ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. വെൽക്കം ടു ഷ്യാമാസ് റെസിപ്പി ബോക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയണൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒട്ടും പേടിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു തുള്ളി പോലും ഓയിൽ ചേർക്കാത്ത മയണൈസാണിത്. വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പുഴുങ്ങിയ മുട്ടയാണ്. ഞാൻ ഒരു പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മയണൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇത് നന്നായി പുഴുങ്ങി റൂം ടെമ്പറേച്ചറിൽ എത്തിയ മുട്ടയാണ്. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലോട്ട് ഈ മുട്ട ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. മുട്ടയുടെ വെള്ളക്കരുവും മഞ്ഞക്കരുവും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി മഞ്ഞ വേണ്ട എന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് വെള്ളം മാത്രം എടുക്കുകയും ചെയ്യാം. ഞാനൊരു 2 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി അല്ലി ഒന്ന് ഇടയ്ക്ക് പിളർന്നെടുത്തതാണ് ഇത്. എനിക്ക് പേഴ്സണലി മയണൈസിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒന്ന് മുന്നിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അത് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. മുട്ട വേണമെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നതിനായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണമെങ്കിലും മുറിച്ചിടാം കേട്ടോ. ഇപ്പം എനിക്കിത് ഇങ്ങനെയാണ് അരിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഇതൊന്നുകൂടി ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ഇനി ഇതൊന്നുകൂടി അടിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി ഫ്ലേവർ കൂടും. ഞാൻ ഒട്ടുമേ ഓയിൽ ചേർക്കാത്തത് കൊണ്ട് ബട്ടർ ആഡ് ചെയ്യുന്നില്ല. ബട്ടർ ഓയിലൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ഫ്ലേവറായിട്ട് നല്ല കറക്റ്റ് മയണൈസിൻ്റെ ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒലിവ് ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കൂ. കറക്റ്റ് നമ്മൾ നോർമലി പച്ചമുട്ടയൊക്കെ വെച്ച് തയ്യാറാക്കുന്ന മയണൈസിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീട്ടിൽ മയണൈസ് തയ്യാറാക്കുമ്പോൾ ഈ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഇപ്പൊ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എന്തിൻ്റെ കൂടെ സൈഡായിട്ടും മയണൈസ് വേണമല്ലോ. അപ്പോൾ ഒട്ടും പേടിക്കാതെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്